وقال الذين كفروا لرسلهم لنخرجنكم من أرضنا أو لتعودن في ملتنا وأوحى إليهم ربهم لنهلكن الظالمين ولنسكننكم الأرض من بعدهم ذلك لمن خاف مقامي وخاف وعيد واستفتحوا وخاب كل جبار عنيد. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു സുവർണാവസരം ഒരിക്കൽ കൂടി തന്നിരിക്കുകയാണ്. ഈ നന്മ നമുക്ക് മാത്രമല്ല, മുസ്ലിം സമുദായത്തിനും മാത്രമല്ല, മുഴുവൻ മനുഷ്യർക്കും ആവശ്യമായ നന്മ കൂടിയാണ്. മസ്ജിദുകൾ, വെള്ളിയാഴ്ചകൾ, റമദാൻ മാസം, പരിശുദ്ധ ഖുർആൻ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മളും പ്രയോജനപ്പെടുത്താനും മറ്റുള്ളവർക്ക് പ്രയോജനകരമാക്കാനും വേണ്ടിയാണ് അല്ലാഹു നൽകിയിരിക്കുന്നത്. അനുഗ്രഹീത റമദാൻ മാസത്തിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട അനുഗ്രഹം അല്ലാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയാക്കലാണ്, ഉറപ്പിക്കലാണ്, വളർത്തലാണ്. അല്ലാഹുവിനോടുള്ള സ്നേഹവും പടച്ചവനോടുള്ള ഭയവും മറ്റുള്ളവരിലും പ്രതിഫലനം സൃഷ്ടിക്കത്തക്ക നിലയിൽ നാം വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരു യുവാവ് ഒരു യുവതിയോട് വലിയൊരു പാപം ചെയ്യാൻ പരിശ്രമിക്കുക മാത്രമല്ല, അതിൽ വിജയിക്കുന്ന സാഹചര്യം സംജാതമാവുകയുണ്ടായി. ആ സമയത്ത് ആ പെണ്ണിന്റെ നെഞ്ചിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വരികയുണ്ടായി, ഇത്തഖില്ലാഹ്, അല്ലാഹുവിനോട് ഭയവും ഭക്തിയും പുലർത്തുക, അനുവാദമില്ലാത്ത കാര്യം ചെയ്യരുത്. ഈ ശബ്ദം ആ യുവാവിന്റെ ചെവിയിലൂടെ നെഞ്ചിലേക്ക് ഇറങ്ങുകയും അദ്ദേഹത്തിന്റെ മനസ്സ് പിടയ്ക്കുകയും അദ്ദേഹം എഴുന്നേറ്റ് ഓടുകയും ചെയ്തു. പിന്നീടൊരിക്കൽ ഒരു അപകടത്തിൽ അകപ്പെട്ട ആ ചെറുപ്പക്കാരൻ ഈ ഓട്ടത്തെ മുൻനിർത്തി അല്ലാഹുവിനോട് സഹായം തേടിയപ്പോൾ അല്ലാഹു ആ ഭീകരമായ ദുരന്തത്തിൽ നിന്നും അദ്ദേഹത്തെ കാത്തുരക്ഷിക്കുകയുണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനോടുള്ള ശക്തമായ സ്നേഹത്തിന്റെയും ഭയത്തിന്റെയും അണുരണമാണ്. ഇന്ന് ലോകം മുഴുവനും അല്ലാഹുവല്ലാത്ത വ്യക്തികളെയും ശക്തികളെയും
ആരാധിക്കാനും പൂജിക്കാനും ഉള്ള പ്രേരണ കൊണ്ടുപിടിച്ച് നടത്തപ്പെടുകയാണ്. ഷിർക്കിന്റെ ഏതാണ്ട് അന്തിമ പോരാട്ടം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചിരിക്കുന്നത്. പാവപ്പെട്ട മൃഗത്തെ ദൈവമാക്കുകയും അതിൻ്റെ മൂത്രത്തെ കൊണ്ട് മനുഷ്യനെ ചികിത്സിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണത, അതിൻ്റെ പേരിൽ മൃഗത്തെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ മനുഷ്യരെ പീഡിപ്പിക്കുന്ന ദുരന്തം നമ്മുടെ രാജ്യത്ത് സമാഗതമായിരിക്കുകയാണ്. ഒന്നെങ്കിൽ നിങ്ങളും ഇത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നും വേറെ നാട്ടിലേക്ക് പോയിക്കൊള്ളണം എന്നും ഇടയ്ക്കിടയ്ക്ക് ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഇത് പുതിയ പ്രവണതയൊന്നുമല്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇബ്രാഹീമിൽ അല്ലാഹു പറയുന്നു, മുഴുവൻ നബിമാരുടെയും അവരെ പിൻപറ്റിക്കൊണ്ടുള്ള അനുയായികളുടെയും ജീവിത കാലഘട്ടത്തിൽ സംജാതമാകുന്ന ഒരു സുപ്രധാന ഘട്ടമാണിത്. قالت رسلهم أفي الله شك فاطر السماوات والأرض. മഹാന്മാരായ നബിമാർ ജനങ്ങളുടെ അരികിൽ വന്ന് ഇപ്രകാരം പറയും, അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ പടച്ച സർവേശ്വരനായ സർവശക്തനായ സർവാധികാരിയായ അള്ളാഹുവിന്റെ വിഷയത്തിൽ വല്ല സംശയവുമുണ്ടോ? ആകയാൽ സഹോദരങ്ങളെ, ആ അള്ളാഹുവിനെ അറിയുക, പടച്ചവരെ ആരാധിക്കുക, അവനെ വണങ്ങുക, അവനെ അനുസരിക്കുക നബിമാർ പറയുകയുണ്ടായി. തുടർന്നവർ പറഞ്ഞു, യദ്ഉകൂം ലിയഗ്ഫിറ ലക്കും മിൻ ദുനൂബിക്കും വയുഅഖിറക്കും ഇലാ അജലിൻ മുസമ്മാ. ആ പടച്ചവരെ ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ പടച്ചവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. നാളെ പരലോകത്ത് വമ്പിച്ച പ്രതിഫലം നൽകുന്നത് കൂടാതെ ഈ ലോകത്തും നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ പടച്ചവൻ ചെയ്യുന്നതാണ്. ഈ സമയത്ത് നിഷേധികരുടെ മറുപടി മറ്റൊന്നാണ്. ഖാലൂ ഇൻ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ. അല്ലയോ പ്രവാചകന്മാരെ, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരാണ്. ബഹുദൈവാരാധകരുടെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്, അവർക്ക് പ്രവാചകന്മാരുടെയും പ്രബോധകന്മാരുടെയും മഹത്വം മനസ്സിലാക്കാൻ പറ്റുകയില്ല. വ്യാജമായ വസ്തുക്കളുടെ വ്യാജമായ മഹത്വങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പടച്ചവനെപ്പറ്റി പറയാനും കേൾക്കാനും കഴിയുന്നില്ല. എന്നാൽ വെറും നിസ്സാരമായ വസ്തുക്കളുടെ വ്യാജമായ മഹത്വങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരാണ്. തുരീദൂന അൻ തസുദ്ദൂന അമ്മാ കാന യഅ്ബുദു ആബാഉന ഫഅതൂന ബിസുൽത്താനിൻ മുബീൻ. ഞങ്ങളുടെ പൂർവികന്മാരുടെ സംസ്കാരത്തിൽ നിന്നും ഞങ്ങളെ തടഞ്ഞു നിർത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരിക. നബിമാർ തന്നെ വലിയ ദൃഷ്ടാന്തമാണ്. നബിമാരുടെ വചനം തന്നെ വലിയ ദൃഷ്ടാന്തമാണ്. പക്ഷേ ഒരു മനുഷ്യന്റെ മനസ്സിൽ നിഷേധമുണ്ടായി കഴിഞ്ഞാൽ അവർ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചോദിക്കും. സൂര്യനെ കയ്യിൽ കൊണ്ട് തരിൻ, ചന്ദ്രനെ കറക്കിൻ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കും. قالت لهم رسلهم إن نحن إلا بشر مثلكم ولكن الله يمن على من يشاء
അലാ മൻ യശാഉ മിൻ ഇബാദിഹി. നബിമാർ അവരോട് ഈ സമയത്ത് പറയും, സഹോദരങ്ങളെ, ഞങ്ങൾ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയാണ്. പക്ഷേ പടച്ചവന്റെ വലിയ ഔദാര്യമുണ്ടായി, പ്രവാചകത്വം പടച്ചവൻ ഞങ്ങൾക്ക് കനിഞ്ഞരളി. അതുപോലെ നിങ്ങളെ നന്മയിലേക്ക് നയിക്കാനുള്ള വലിയൊരു അവസരം പടച്ചവൻ നൽകി. وَمَا كَانَ لَنَا أَن نَّأْتِيَكُم بِسُلْطَانٍ إِلَّا بِإِذْنِ اللَّهِ. പടച്ചവന് അത്ഭുതങ്ങളെല്ലാം കാണിക്കാൻ കഴിവുണ്ട്. നിങ്ങൾ പറയുന്ന അത്ഭുതങ്ങളെക്കാളും വലിയ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിവുണ്ട്. ദിവസവും കൃത്യമായി സൂര്യനെ ഉദിപ്പിക്കുന്ന അല്ലാഹ്, കൃത്യമായി ചന്ദ്രനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന അല്ലാഹ്, ഓരോ ദിവസവും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ലോകത്തേക്ക് കൊണ്ടുവരുന്ന അല്ലാഹ്, അവർക്കെല്ലാം 2 കണ്ണുകളും കാതുകളും ആവശ്യമായ വസ്തുക്കളെല്ലാം കനിഞ്ഞു കൊടുക്കുന്ന അല്ലാഹ്, മനുഷ്യന്റെ ആവശ്യത്തിനനുസരിച്ച് സൃഷ്ടികളെയെല്ലാം സംവിധാനിക്കുന്ന അല്ലാഹ്, ആ പടച്ചവന് ഇതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിവുണ്ട്. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികൾ ആ അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കേണ്ടതാണ്. പടച്ചവനിൽ അർപ്പണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് നീങ്ങേണ്ടതാണ്. വമാ ലനാ അല്ലാ നതവക്കല അലല്ലാഹി വഖദ് ഹദാനാ സുബുലനാ വലനസ്ബിറന്ന അലാ മാ ആദൈതുമൂനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ. നോമ്പിലൂടെ നാം ആർജിച്ച് ലോകത്തോട് പറയേണ്ട പ്രധാനപ്പെട്ട ശബ്ദം, وَمَا لَنَا أَلَّا نَتَوَكَّلَ عَلَى اللَّهِ وَقَدْ هَدَانَا سُبُلَنَا. പടച്ചവൻ ഞങ്ങൾക്ക് നേർമാർഗം കാണിച്ചു തന്നു. ഈ സന്ദർഭത്തിൽ ആ പടച്ചവന്റെ മേൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ധർമ്മം. അതിനും ഇതിനും മറുപടി പറയലും ഓരോരുത്തരുടെയും വാചകത്തിനനുസരിച്ച് തിരിച്ചടി കൊടുക്കലും ഇതൊന്നും ഞങ്ങളുടെ ജോലിയല്ല. മുസ്ലിമീങ്ങളെ തീവ്രവാദി എന്ന് വിളിക്കുമ്പോൾ നമ്മളവരെ തിരിച്ചങ്ങോട്ട് തീവ്രവാദി എന്ന് വിളിക്കൽ, അവരിങ്ങോട്ട് കളിയാക്കുമ്പോൾ ഇരട്ടി കളിയാക്കൽ, ഇതൊന്നും ഞങ്ങളുടെ ജോലിയല്ല. പിന്നെന്താ ജോലി? അല്ലാഹുവിൽ വിശ്വസിച്ച് ആ പടച്ചവനെ സ്നേഹിച്ച് ഭയന്ന് പടച്ചവന് പൊരുത്തമായ നിലയിൽ ഓരോ ചുവടുകളും വെച്ച് മുമ്പോട്ട് നീങ്ങലാണ് നമ്മളുടെ ജോലി. വലനസ്ബിറന്ന അലാ മാ ആദൈതുമൂനാ. രാഷ്ട്രീയ വേദികളിലും പത്രത്തിന്റെ കോളങ്ങളിലും ഫേസ്ബുക്കിലും ഇങ്ങനെയുള്ള സാധനങ്ങളിലും നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുന്നു, ചിലപ്പോൾ വിവരമില്ലാതെ അടിക്കുകയും ഇടിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ആ ഉപദ്രവങ്ങളിൽ സഹിക്കലും ക്ഷമിക്കലും അതിന്റെ പടച്ചവന്റെ കൽപ്പനയനുസരിച്ച് മുമ്പോട്ട് നീങ്ങലുമാണ് ഞങ്ങളുടെ ദൗത്യം. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അടിയും കൊണ്ടിരിക്കലല്ല, ശരിയായ നിലയിൽ മുമ്പോട്ട് നീങ്ങൽ. ഒരു ഭ്രാന്തനായ രോഗി കിടന്ന് പിടയ്ക്കുകയും ബഹളമുണ്ടാക്കുകയും ഡോക്ടറെ അടിക്കുകയും ചവിട്ടുകയും ചീത്ത വിളിക്കുകയും എല്ലാം ചെയ്യുന്നു. ഡോക്ടർ എന്ത് ചെയ്യും? ചിരിച്ചുകൊണ്ട് വളരെ തന്മയത്വത്തോടെ അദ്ദേഹത്തിന് നേരിടും. ഒരു നിലയ്ക്കും പറ്റുന്നില്ല, ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കിയങ്ങിടും. സമുദായമേ തിരിച്ചറിയും, നമ്മുടെ ദൗത്യം തിരിച്ചറിയും. പടവെട്ടുന്നവർക്കിടയിൽ ഇറങ്ങി ഭ്രാന്തിന്റെ പടപ്പുറപ്പാട് നടത്തലല്ല നമ്മളുടെ ജോലി. നമുക്ക് വേറെ ജോലിയുണ്ട്. ആ ജോലി റമദാൻ മാസത്തിലൂടെ ആർജിക്കേണ്ടതാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം, പടച്ചവനോടുള്ള സ്നേഹം, ബന്ധം, അതിനെ പ്രകടമാക്കുന്ന, മറ്റുള്ളവരുടെ നെഞ്ചുകളിലും ഇറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കഴിവ് ആർജിക്കലാണ് റമദാനിന്റെ ദൗത്യം. തീരാൻ പോകുന്നു. എത്ര ആർജിച്ചിട്ടുണ്ട് ചിന്തിക്കും. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ.
ഭരമേൽപ്പിക്കുന്നവർ അള്ളാഹുവിന്റെ മേലാണ് ഭരമേൽപ്പിക്കേണ്ടത്. ഇന്ത്യയുടെ 2017 ചിത്രം. وقال الذين كفروا لرسلهم لنخرجنكم من أرضنا أو لتعودن في ملتنا. ഇങ്ങനെ നബിമാർ അവരുടെ അനുയായികൾ നേരായ മാർഗത്തിൽ ഉറച്ചു നിന്ന് മുമ്പോട്ട് നീങ്ങാൻ തീരുമാനിക്കുമ്പോൾ നിഷേധികൾ അവരുടെ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രമെടുക്കും. എന്താണ്? നിങ്ങൾ ഒന്നെങ്കിൽ ഗർ വാപ്പസിയായി ഞങ്ങളുടെ സംസ്കാരത്തിലേക്ക് വരണം, അല്ലെങ്കിൽ ദാ ഇവിടെ ബോർഡ് വെച്ചുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് ബസ് പോകുന്നുണ്ട്, അങ്ങോട്ടേക്ക് നിങ്ങൾ കയറി നാട് വിട്ടുകൊള്ളണം. സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കും, നമ്മുടെ ഇന്നത്തെ കയ്യിൽ പിടിച്ച് നടത്തും. നമുക്കാകെ വേവലാതി ഇന്നത്തെ സംഭവങ്ങളിലൊന്നും വേവലാതിയില്ല, നാൾ വഴികളിലാണ് വേവലാതിയുള്ളത്. നബിമാരും അവരുടെ അനുയായികളും നേരായ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നതായ സമയത്ത് നിഷേധികൾ പറയും, ഒന്നെങ്കിൽ നമ്മുടെ സംസ്കാരത്തിലേക്ക് മടങ്ങണം, അല്ലെങ്കിൽ നാട് വിട്ടു പോകണം. ഇതിൽ ഒന്നാമത്തെ കാര്യം ഇന്ത്യൻ മുസ്ലിമീങ്ങൾ എത്രമാത്രം പാലിച്ചിട്ടുണ്ട്, അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ നേരായ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണോ അവർ പറയുന്നത്, അതോ നേരായ മാർഗം എന്താണെന്ന് നമ്മളും മനസ്സിലാക്കാതെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാത്തതിന്റെ പേരിലാണോ അവർ പറയുന്നത്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. വളരെ ലളിതമായി പറയട്ടെ, നമ്മളിൽ എത്ര പേര് അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ട്? നമ്മളിൽ എത്ര പേർക്ക് സുജൂദ് ചെയ്യുമ്പോൾ മനസ്സിൽ വികാരത്തിന്റെ വേലിയേറ്റമുണ്ടാകാറുണ്ട്? നമ്മളിൽ എത്ര പേർക്ക് പടച്ചവൻ നിഷിദ്ധമാക്കിയത് കാണുമ്പോൾ ഇത് അള്ളാഹ് നിഷിദ്ധമാക്കിയ കാര്യമാണ് എന്ന ബോധം വരാറുണ്ട്? നമ്മളിൽ എത്ര പേര്, എല്ലാം വിടിന് എത്ര പേര് അള്ളാഹ് വിളിച്ചത് കൊണ്ട് ഞാൻ ജുമഅയ്ക്ക് പള്ളിയിലേക്ക് വരുന്നു എന്ന നിയ്യത്തിൽ വന്നവരുണ്ട്? കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല, ഗഹനമായി ചിന്തിക്കും. فأوحى إليهم ربهم لنهلكن الظالمين. ഇത് ലാസ്റ്റ് പോയിന്റാണ്. പ്രവാചകന്മാരുടെ പ്രബോധനത്തിലെ വഴികളിലെ അവസാനത്തെ പോയിന്റാണ്, പാരമ്യമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ നേരായ വഴിയിൽ നിൽക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വൻ പരിവർത്തനം ഈ ലോകത്ത് സംഭവിക്കാൻ പോവുകയാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പെട്ടെന്ന് ഒന്നാമത്തെ ശരിയാക്കി ഈ ഒരു വാക്ക് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവൻ പ്രവാചകന്മാർക്ക് ബോധനം നൽകും. പിന്നെ അല്പം പോലും പേടിക്കണ്ട കേട്ടോ. ബസ് സ്റ്റാർട്ടാകുന്ന പോലും ചെയ്യുന്നതല്ല, പിന്നെന്ത് നടക്കും? ലനഹുലികന്നല്ലാലിമീൻ. അക്രമികളെ ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ച് ഞാൻ നശിപ്പിക്കുന്നതാണ്. വലനുസ്കിനന്നകുമുൽ അർള മിൻ ബഅദിഹിം. അവന്മാർക്ക് ശേഷം നിങ്ങളെ തന്നെ ഈ നാട്ടിൽ താമസിപ്പിക്കുന്നതാണ്. യാ റഹ്മാൻ. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ എങ്ങോട്ടും പോകാൻ വേണ്ടി വന്നവരല്ല, പോകേണ്ടവരുമല്ല. പക്ഷേ മുസ്ലിമേ, നീ മുസ്ലിമാകണം. അവിടെയാണ് പ്രശ്നം. വലനുസ്കിനന്നകുമുൽ അർള മിൻ ബഅദിഹിം. എത്ര അച്ചിട്ട വാക്ക്! ഈ നാട്ടിൽ എന്റെ അടിമകൾ തന്നെ താമസിക്കും. ذَلِكَ لِمَنْ خَافَ مَقَامِي وَخَافَ وَعِيدِ. എന്റെ മുമ്പിൽ വന്ന് നിൽക്കണമെന്ന് ഭയക്കുകയും എന്റെ മുന്നറിയിപ്പുകളെ പേടിക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ കൊടുക്കുന്ന വാഗ്ദാനമാണ്. OBC പട്ടികയിൽ പെട്ടവർക്കല്ല, അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണ്, അല്ലെങ്കിൽ തുരുക്കനാണ്, അല്ലെങ്കിൽ എന്റെ ഉപ്പുപ്പായിക്ക് ആനയുണ്ടായിരുന്നു, എന്റെ വാപ്പ എനിക്ക് അബ്ദുള്ള എന്നാണ് പേര് വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്കല്ല. ഇസ്ലാമിന്റെ പേരിലുള്ള മുഴുവൻ അവകാശങ്ങളും ചോദിക്കുകയും ഇസ്ലാമിന്റെ ഒരു കടമകൾ പോലും പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന വിഡ്ഢികൾക്കല്ല.
ذلك لمن خاف مقامي وخاف وعيد واستفتحوا وخاب كل جبار عنيد. പടച്ചവന്റെ ഈ അറിയിപ്പുണ്ടാകുമ്പോൾ പ്രവാചകന്മാരും പ്രബോധകന്മാരും പടച്ചവനോട് പ്രാർത്ഥിക്കും. രാത്രിയുടെ ഇരുളുകളിൽ കുനൂത്തുകളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, പടച്ചവനെ സഹായിക്കണം. വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ്. സ്വേച്ഛാധിപതികളും ദുർവാശിക്കാരുമായ ആളുകൾ എല്ലാം തകർന്ന് തരിപ്പണമാകുന്നതാണ്. ഖുർആൻ എന്തൊരു വാക്ക്! ജബ്ബാരിൻ അനീദ്. സ്വന്തം ഇഷ്ടപ്രകാരം നേരെ നടക്കുന്നവർ, ഒന്നും മറച്ചു വെക്കുകയൊന്നുമില്ല. ആധുനിക ലോകത്തിന്റെ ചിത്രം പണ്ട് ഒളിഞ്ഞിരുന്നും അതുപോലെ രഹസ്യമായിട്ടുമായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, നേർക്ക് നേരെ. വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ്. എല്ലാ ദുർവാശിക്കാരായ സ്വേച്ഛാധിപതികളും പരാജയപ്പെടുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നിബന്ധന പൂർത്തിയാക്കി. അതിനുള്ള അവസരമാണ് റമദാൻ മാസം. അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടാക്കിയെടുക്കിൻ. അത് സുഗന്ധമായി പടരട്ടെ. അത് അമുസ്ലിമീങ്ങളുടെ നെഞ്ചുകളിലേക്കും ഇറങ്ങട്ടെ. പടച്ചവനോടുള്ള ഭയമുണ്ടാക്കിയെടുക്കിൻ. അതൊരു ഈർപ്പമായി, ഒരു കാറ്റായി ഉയരട്ടെ. അത് അവരുടെയും ശരീരങ്ങളുടെ തഴുകിക്കൊണ്ട് മുമ്പോട്ട് നീങ്ങട്ടെ. അതിനാണ് റമദാൻ മാസം. അതിന് അവസാനത്തെ 10 മസ്ജിദുകളിൽ ഇരിക്കിൻ, ഇഅ്തികാഫ് അനുഷ്ഠിക്കിൻ. സ്ത്രീകൾ നമസ്കാര സ്ഥലങ്ങളിൽ കഴിയിൻ, അല്ലാഹുവിനെ ധ്യാനിക്കിൻ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു പരമപരിശുദ്ധനാണ്, സർവസമ്പൂർണനാണ്. അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലാഹുവല്ലാതെ ആരാധനയ്ക്കർഹൻ ആരും ഒന്നും തന്നെ ഇല്ല. അല്ലാഹു അക്ബർ. അല്ലാഹു ഏറ്റവും വലിയവനാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം. ആ ഏകനായ അല്ലാഹുവിനെ മനസ്സിലാക്കി തന്ന, ആ അല്ലാഹുവിനെ ആരാധിക്കാനുള്ള ഏകമാർഗമായ മുഹമ്മദ് മുസ്തഫ തഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മഹാന്മാരായ മുൻഗാമികരുടെയും മേൽ നിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കണമേ റബ്ബേ. അധികമായി ചെല്ലിൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സലാത്ത് ചെല്ലിൻ. ഇത് ഒച്ചപ്പാടും ബഹളവുമല്ല. പള്ളിയിൽ കിടന്ന് കത്തുകയും കാറുകയും ചെയ്യേണ്ടതല്ല. ഖബർസ്ഥാനിലുള്ള ആളുകളെ കേൾപ്പിക്കേണ്ടതല്ല. സ്വന്തം നെഞ്ചിനെ കേൾപ്പിക്കാനുള്ളതാണ്. 5 നേരത്തെ നമസ്കാരം കൃത്യമായി ജമാഅത്തായ നിലയിൽ നിസ്കരിക്കുന്ന ഒരു തീരുമാനം നമ്മൾ എടുക്കും. ബാങ്ക് കൊടുക്കുമ്പോൾ എന്റെ അല്ലാഹ് വിളിക്കുന്നു എന്ന ചിന്തയുണ്ടാക്കിയെടുക്കും. പുരുഷന്മാര് മസ്ജിദുകളിലേക്ക് വരിൻ, സ്ത്രീകൾ നമസ്കാര സ്ഥലങ്ങളിലേക്ക് നീങ്ങിൻ. കഴിവിന്റെ പരമാവധി ഭയഭക്തിയോടെ നമസ്കാരം നിർവഹിക്കും. ആ നമസ്കാരത്തിലൂടെ പടച്ചവനോടുള്ള സ്നേഹാനുരാഗം ഉണ്ടാക്കിയെടുക്കും. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൻ. റുക്കൂഇലേക്ക് കുനിഞ്ഞ് അല്ലാഹുവിനെ വിളിക്കിൻ. നേരെ നിന്ന് പടച്ചവനെ വാഴ്ത്തിൻ. സുജൂദിൽ കിടന്ന് പടച്ചവനെ പുകഴ്ത്തിൻ. 2 റക്അത്ത് നമസ്കരിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ ചെറിയൊരു ചാഞ്ചല്യം അനുഭവപ്പെട്ടാൽ അവന്റെ നമസ്കാരമാണ്. 20 റക്അത്ത് നമസ്കരിച്ചിട്ടും പ്രത്യേക മാറ്റമൊന്നും ഉണ്ടായില്ല, നമസ്കാരം ഒന്നുമായിട്ടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല നിലയിൽ നിസ്കരിക്കുന്നു. ഫർദ് നമസ്കാരങ്ങൾ, കൂട്ടത്തിൽ സുന്നത്ത് നമസ്കാരങ്ങൾ നല്ല നിലയിൽ വദുവെടുക്കിൻ. കോലം നന്നാക്കിൻ, പാരായണം നന്നാക്കിൻ. നമ്മളുടെ നമസ്കാരത്തിന്റെ
മാനസികാവസ്ഥ നന്നാക്കിൻ. എന്തിനാണ് റമദാൻ മാസത്തിൽ 20 റക്അത്ത് കൂടുതലാക്കി? ഒരു പരിശീലനമാണിത്. എന്റെ സ്വന്തം കാര്യമാണ്. അള്ളാഹു നമുക്കെല്ലാം പുറത്തു തരുമാറാകട്ടെ. ഇന്നലെ നിസ്കരിക്കുമ്പോൾ ചിന്തിക്കുകയുണ്ടായി, പടച്ചവനെ നീ റമദാൻ തന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് എവിടെ നിസ്കരിക്കാൻ പറ്റുമായിരുന്നു. അൽഹംദുലില്ലാ സുന്നത്തൊക്കെ നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ ആ നമസ്കാരത്തിന് റമദാനിന്റെ അനുഭൂതി ഒരിക്കലും മറ്റു സമയത്ത് കിട്ടുന്നില്ല. അള്ളാഹു ഒരു അന്തരീക്ഷം തന്നു, നിസ്കാരം പരിശീലിപ്പിക്കുകയാണ്. നല്ല നിലയിൽ നിസ്കരിക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു എനിക്ക് നൽകിയ സമ്പത്ത് പടച്ചവന് കൊടുക്കുന്നു എന്ന ബോധത്തിൽ സക്കാത്തും സദഖകളും കൊടുക്കാൻ. പാവത്തുങ്ങൾക്കല്ല കൊടുക്കുന്നത്. നമുക്കാരെങ്കിലും പൈസ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇതിൽ ഒരു ഇത്ര ശതമാനം എന്റെ അടുത്ത ആളുകളായി ഇന്നവർക്ക് കൊടുക്കണം. ഫക്കീറന്മാർ പടച്ചവനിലേക്ക് നമ്മളെക്കാളും അടുത്തവരാണ്. മിസ്കീന്മാർ, സക്കാത്തിന് വേണ്ടി ദാനധർമ്മത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ, ഇസ്ലാമിലോട്ട് കടന്നു വന്ന പുതിയ പുതിയ അതിരുകൾ, ന്യായമായ കടത്തിൽ അകപ്പെട്ടവർ, യാത്രികരായ ആളുകൾ, ആകാശപ്പറവകളായി ലോകത്ത് നടക്കുന്ന അഭയാർത്ഥികൾ, സഹോദരങ്ങളെ, ഇവരാരും പടച്ചവൻ അകറ്റിയവരല്ല. അല്ലാഹുവിൽ സത്യം, നമ്മളെക്കാളും അടുത്തവരാണ്. അല്ലാഹു തആല നമുക്ക് സമ്പത്ത് ഏൽപ്പിച്ചുകൊണ്ട് പറയുന്നു, എന്റെ അടുത്ത ഈ ദാസന്മാർക്ക് ഇതിൽ കുറച്ച് കൊടുത്തേക്കട കേട്ടോ. സഹോദരങ്ങളെ, അല്ലാഹു നൽകിയ സമ്പത്ത് ഇരു കരങ്ങളിൽ നീട്ടി മേടിച്ച് ആ സമ്പത്തിന്റെ ഒരു ഭാഗം പടച്ചവൻ ഏൽപ്പിച്ചു എന്ന നിലയിൽ മറ്റുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത്. ഒരു വ്യക്തി വല്ലതും ദാനധർമ്മം ചെയ്യുമ്പോൾ അത് കൊടുക്കപ്പെടുന്ന ആളുകളുടെ കയ്യിൽ വീഴുന്നതിന് മുമ്പായി പടച്ചവന്റെ സ്വീകാര്യതയിൽ അത് സംഭവിച്ചിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് കൊടുത്തു നോക്കിക്കേ, കാണാം മനസ്സിൽ വികാരത്തിന്റെ വേലിയേറ്റം. പടച്ചവനോട് സ്നേഹമുണ്ടാകും. നമ്മുടെ ഉസ്താദുമാര് പറഞ്ഞു വിടാറുണ്ട്, ഇന്നവർക്ക് സലാം പറഞ്ഞാൽ കൊള്ളാമെന്ന്. നമുക്കൊരു അഭിമാനമാണ്, സന്തോഷമാണ്. വളരെ കാര്യമായി പോയി സലാം എത്തിച്ചു കൊടുക്കും. സഹോദരങ്ങളെ, അള്ളാഹുവുമായിട്ട് അടുക്കാനുള്ള ഒന്നാന്തരം വഴിയാണ് ദാനധർമ്മം. സക്കാത്ത് കൃത്യമായി കൊടുക്കിൻ, സദഖ അധികമായി കൊടുക്കിൻ, ബാത്തിലിന്റെ ആളുകളെയെങ്കിലും കണ്ടുപഠിക്കിൻ, അസത്യത്തിന്റെ വ്യക്താക്കളെ കണ്ടുപഠിക്കിൻ. അവർക്ക് ശമ്പളം കിട്ടുന്നു, അതിൽ 10ൽ 1 ഭാഗം, 2.5% 10ൽ 1 ഭാഗം അക്കൗണ്ടിൽ നിന്ന് തന്നെ നേരെ അവരുടെ നേതാക്കളിലേക്ക്, അവരുടെ സ്ഥാപനങ്ങളിലേക്ക്, കേന്ദ്രങ്ങളിലേക്ക് പോകുകയാണ്. അതിന്റെ മിച്ചമാണ് ശമ്പളമായിട്ട് അവർക്ക് കിട്ടുന്നത്. പാശ്ചാത്യ നാടുകളിൽ അക്കൗണ്ടിന്റെ സമ്പ്രദായം തന്നെ വന്നിരിക്കുന്നു. അൽഹംദുലില്ലാ, ഈ അടുത്ത കാലഘട്ടത്തിലായി മുസ്ലിം ബാങ്കുകൾ വർദ്ധിച്ചു. അവരും ഈ കാര്യം വരുന്ന ഫണ്ടിന്റെ കൃത്യമായിട്ട് തുക സക്കാത്തിലേക്ക് അവർ മാറ്റുന്നുണ്ട്. നമ്മൾ എത്ര പേര് ഇത് പഠിക്കുന്നുണ്ട് സഹോദരങ്ങളെ? നമുക്ക് കിട്ടുന്ന സമ്പത്തിന്റെ 2.5% നമ്മൾ സക്കാത്തിന് വേണ്ടി മാറ്റിവെക്കും. വേറെ ഒരു കണക്കും ചോദിക്കേണ്ടി വരികയില്ല. ഒരു കാര്യം ചോദിക്കേണ്ടി, ഇത്ര നമ്മൾ തീരുമാനമെടുക്കുന്നു. എനിക്ക് കിട്ടുന്ന വിളവിന്റെയും വസ്ത്രത്തിന്റെയും ആഭരണത്തിന്റെയും സമ്പത്തിന്റെയും സൗകര്യങ്ങളുടെയും സമയങ്ങളുടെയും ഒരു 2.5% ഞാൻ പടച്ചവനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അള്ളാഹുവുമായിട്ടടുത്ത അടിമകൾക്ക് വലിയ താൽപര്യത്തിൽ എത്തിച്ചു കൊടുക്കുന്നതാണെന്ന് പറഞ്ഞ് ആദ്യമേ മാറ്റിവെക്കിൻ. ശമ്പളം കിട്ടുന്നു, 2% മാറ്റിവെക്കിൻ. എന്നിട്ട് ബാക്കി ഭാര്യയ്ക്ക് കൊടുക്കിൻ, മക്കൾക്ക് കൊടുക്കിൻ. അള്ളാഹുവിനോടുള്ള സ്നേഹം ഉണ്ടാക്കിയെടുക്കാനുള്ള വഴിയാണ്. ഈ രീതിയിൽ സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ 2 ഗുണമുണ്ടാകും. ഒന്ന്, നമ്മളുടെ മനസ്സിൽ പടച്ചവനോടുള്ള സ്നേഹവും ഭയവും അത് ശക്തി പ്രാപിക്കുന്നതാണ്. ഈമാൻ സുഗന്ധമാണ്, നിസ്കാരം സുഗന്ധമാണ്,
സദഖ സുഗന്ധമാണ്, അത് മറ്റുള്ളവരിലേക്കും പ്രവഹിക്കണം. അത് പ്രവഹിക്കുന്നുണ്ടോ എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചിന്ത. അങ്ങനെ പ്രവഹിച്ചതിന്റെ പേരിലാണ് ഇവർ ഒച്ചപ്പാടുണ്ടാക്കുന്നത്. അല്പവും നമ്മൾ പേടിക്കേണ്ടതില്ല. എനിക്കൊരു സഹോദരൻ, അദ്ദേഹത്തിന് ഒരു അമുസ്ലിം സഹോദരൻ അയച്ച വളരെ വർഗീയമായ ഒരു പോസ്റ്റ് എനിക്ക് അയക്കേണ്ടായി. ഉസ്താദിന് മറുപടി വേണം. മറുപടി കൊടുത്തുകൊണ്ട് അവസാനം അദ്ദേഹത്തോട് പറഞ്ഞ, സഹോദര, ഇത് മറുപടിയാണ്, യഥാർത്ഥ മറുപടി ഇതല്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ തോളിൽ കൈയിടലാണ്, നിങ്ങൾ അദ്ദേഹത്തിന്റെ അരികിൽ പോകലാണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വല്ല സേവനവും ചെയ്യലാണ്, നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ കാരുണ്യമാണെന്ന് മനസ്സിലാക്കി കൊടുക്കലാണ്. അതുകൊണ്ട് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് സഹോദരങ്ങളെ. നമ്മൾ നേരായ വഴിയിൽ പോകുന്നതിന്റെ പേരിലാണോ അവർ നാടുവിടാൻ പറയുന്നത്? അല്പവും പേടിക്കണ്ട. ഇന്ന് ചകിതമായ ഒരുതരം ഭയത്തിന്റെയും നിരാശയുടെയും കാര്യം ഒരവസ്ഥ സമുദായത്തിൽ വരുന്നുണ്ട്. ശരിക്കും മനസ്സിലാക്കി, നേരായ വഴിയിൽ നിൽക്കൽ കൊണ്ടാണോ നമുക്ക് മുന്നറിയിപ്പുണ്ടാകുന്നത്? ഒരു തരിയും പേടിക്കേണ്ടതില്ല, കൂടുതൽ ഉറച്ചു നിൽക്കണം. 2, തെറ്റായ വഴിയിൽ നിലയുറപ്പിച്ചതിന്റെ പേരിൽ, നമ്മളെപ്പറ്റി മനസ്സിലാക്കാത്തതിന്റെ പേരിൽ, നമ്മൾ നമ്മളെക്കുറിച്ച് പ്രവർത്തനത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കാത്തതിന്റെ പേരിലാണോ അവർ പറയുന്നത്? കാര്യം പേടിച്ചുകൊള്ളണം, പേടിക്കണം. പേടിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. ഹാ അൻതും ഹൗലാഇ തുദ്ഊന ലിതുൻഫിഖൂ ഫീ സബീലില്ലാഹ്. അല്ലയോ ജനങ്ങളെ, നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പടച്ചവന്റെ മാർഗത്തിൽ നല്ല നിലയിൽ ജീവിക്കും. ഫമിൻകും മൻ യബ്ഖൽ. എന്നാൽ നിങ്ങളിൽ പിശുക്ക് കാണിക്കുന്ന ചിലരുണ്ട്. ഈമാനെ പറ്റി പറയുമ്പോൾ, ഇങ്ങനത്തെ ഈമാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. നിസ്കാരത്തെ പറ്റി പറയുമ്പോൾ, ഇങ്ങനെ നിസ്കരിക്കാനൊന്നും വയ്യ. സക്കാത്ത് സദഖയെ പറ്റി പറയുമ്പോൾ ഒരുമാതിരി പുതിയൊരു ശൈലിയൊക്കെ പറയുന്നു. നിങ്ങളിൽ പിശുക്ക് കാണിക്കുന്നവരുണ്ട്. വമൻ യബ്ഖൽ ഫഇന്നമാ യബ്ഖലു അൻ നഫ്സി. ആരെങ്കിലും പിശുക്ക് കാണിച്ചാൽ അതിന്റെ നാശം അവന് തന്നെയാണ്. വല്ലാഹുൽ ഗനിയ്യു വഅൻതുമുൽ ഫുഖറാ. അല്ലാഹുവിന് ഒരാളെയും ആവശ്യമില്ല. നിങ്ങളുടെ സുബ്ഹാനല്ലാഹ് ജല്ലല്ല ആവശ്യമില്ല, നിങ്ങളുടെ സ്വലാത്ത് ജല്ലല്ല ആവശ്യമില്ല, നിങ്ങളുടെ നിസ്കാരം ആവശ്യമില്ല, സദഖകൾ ആവശ്യമില്ല. വഅൻതുമുൽ ഫുഖറാ. നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. ഇന്ത്യ രാജ്യത്തെ പേടിക്കേണ്ട പുതിയ ചിത്രം. വഇൻ തതവല്ലൗ. നിങ്ങൾ പിന്തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ യസ്തബ്ദിൽ ഖൗമൻ ഗൈറകും. നിങ്ങളല്ലാത്തവരെ പടച്ചവൻ പകരം കൊണ്ടുവരുന്നതാണ്. സുമ്മ ലാ യകൂനു അംസാലകും. അവർ നിങ്ങളെപ്പോലെ മടിയന്മാരായിരിക്കുകയില്ല. ഇമാം ഷാബിഈ ദഹ്ലവി പറയുന്നു, ഇന്ത്യ രാജ്യത്ത് നിഷേധികളായ ആളുകൾ അധികാരത്തിൽ പരിപൂർണമായി പിടിമുറുക്കുന്ന സമയത്ത് രണ്ടാലൊന്ന് നടക്കും. ഒന്നെങ്കിൽ അവർ കൂടുതൽ മോശമായി ഈ രാജ്യം തകർന്ന് തരിപ്പണമാകും, അല്ലെങ്കിൽ അവർ ഇസ്ലാമിന്റെ ശീതള ഛായയിലേക്ക് വന്ന് പുതിയൊരു യുഗത്തിന് തുടക്കം കുറിക്കപ്പെടും. അല്ലാഹു തആല ഈ സമുദായത്തെ മാറ്റിക്കളയും, എടുത്തു കളയും അല്ലാഹു. ഇവിടെയാണ് നമ്മൾ പേടിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതം നന്നാക്കൻ, തൗബ ചെയ്യൻ, അല്ലാഹുവിലേക്ക് തിരിയൻ, പടച്ചവനുമായി ബന്ധപ്പെടിൻ. മക്കളുടെ മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പിക്കൻ, മുഹമ്മദുർ റസൂലുള്ളാഹ് ഉറപ്പിക്കൻ, നിസ്കാരം പരിശീലിപ്പിക്കൻ, അവരുടെ കൈകൊണ്ട് ദാനധർമ്മങ്ങൾ കൊടുത്ത് അവർക്ക് പരിശീലനം കൊടുക്കൻ. കുറഞ്ഞ പക്ഷം നമ്മൾ ഈ ഒരു തീരുമാനമെടുക്കൻ, ഞാനും എന്റെ കുടുംബവും ഈമാൻ, നിസ്കാരം, ദാനധർമ്മം ഇതിൽ സുരക്ഷിതത്വമുള്ളവരായിരിക്കുമെന്ന് നമ്മളെല്ലാവരും തീരുമാനമെടുക്കും. തയ്യാറല്ല? ഇൻഷാ അല്ലാഹ് വളരെ പതുക്കെ ഇൻഷാ അല്ലാഹ്. നോമ്പിന്റെ ക്ഷീണമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വിഷയം കുറച്ച് കടുപ്പമായി പോയി കാണും. സഹോദരങ്ങൾ, ഈ സമയത്തല്ല വേറെ സമയത്ത് ഈ വിഷയം പറയുന്നത്, അല്ലാത്ത സമയം നമ്മളെ മനസ്സ് ഗഫലത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളിൻ, ഖുർആനായത്ത് പഠിക്കിൻ. സൂറത്ത് ഇബ്രാഹിമാണ് ഓതിയത്. ഏതെങ്കിലും ആധികാരിക തർജ്ജമ എടുത്ത് വെച്ച് ഈ ആയത്തുകൾ നോക്കിൻ, പറഞ്ഞത് ശരിയാണോ എന്ന് ചിന്തിച്ചു നോക്കിൻ. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ജീവിതത്തെ നന്നാക്കിൻ. സഹോദരങ്ങളെ,
ഈമാനിൽ ഉറച്ചു നിൽക്കിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികമായി ചെല്ലിൻ, സ്വലാത്ത് അധികമായി ചെല്ലിൻ, ഈമാൻ വർദ്ധിക്കണമെന്നുള്ള നീയത്തിൽ നല്ല നിലയിൽ നിസ്കരിക്കിൻ. നമ്മുടെ കുടുംബത്തിൽ ആദ്യത്തെ അന്വേഷണം സുബഹി നിസ്കരിച്ചോ എന്നായിരിക്കണം. ആദ്യത്തെ അന്വേഷണം ളുഹർ നിസ്കരിച്ചോ എന്നതായിരിക്കണം. അതിനുശേഷമാണ് ആഹാരത്തിന്റെ കാര്യം. നിഷേധിയും മുഅ്മിനും വ്യത്യാസം ഇതാണ്. മുഅ്മിനിന്റെ ജീവിതം നന്മകളുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും, നിഷേധിയുടെ ജീവിതം ആഹാരത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് ഖുർആൻ പറയുന്നു. ദാനധർമ്മങ്ങളിൽ ശ്രദ്ധിക്കിൻ, സകാത്ത് നമ്മൾ കൊടുക്കിൻ, സദഖകളും അധികമായി നമ്മൾ കൊടുക്കിൻ. അൽഹംദുലില്ലാഹ്, അതിന്റെ ഒരു പരിശ്രമം നമ്മുടെ ഈ മസ്ജിദിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാഹുൽ മുസ്ലിമീൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ അത് വളരെ നല്ല നിലയിൽ അതിന്റെ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട എല്ലാ സഹോദരങ്ങളും അതുമായി കഴിയുന്നത്ര ബന്ധപ്പെടണമെന്നത് ഞങ്ങളുടെ ഒരു എളിയ ആഗ്രഹമാണ്. അതുകൊണ്ട് എല്ലാവരും അതുമായി ബന്ധപ്പെടിൻ, മാസം മാസം കൊടുക്കിൻ, വർഷാവർഷം കൊടുക്കിൻ. അത് അൽഹംദുലില്ലാഹ് നിങ്ങളുമായി ബന്ധപ്പെടുന്ന സഹോദരങ്ങൾ തന്നെ, അവരിതിന് ജോലിക്കാരൊന്നുമല്ല, അതിന്റെ ഭാഗം അവർ പറ്റുന്നുമില്ല. നിങ്ങളെപ്പോലെ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ നിങ്ങൾക്ക് മുമ്പാകെ വെള്ളിയാഴ്ചകളിൽ കൈനീട്ടുന്നു, എന്നിട്ട് അത് രോഗികളായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. മാസത്തിലൊരിക്കൽ ദീനിയായ സ്ഥാപനങ്ങൾക്ക്, ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക്, നമ്മുടെ നാടിന്റെ വെളിയിലുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ മാസവും മറ്റും നിങ്ങളിൽ നിന്ന് പിരിവുകൾ എടുത്ത് ആവശ്യക്കാരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന വളരെ സൂക്ഷ്മമായ ഒരു പ്രസ്ഥാനമാണ്, ഒരു പദ്ധതിയാണിത്. കാരണം ദാനധർമ്മങ്ങൾ ഒരുമിച്ചുകൂടി ചെയ്യുന്നതായ സമയത്ത് കൂടുതൽ സൂക്ഷ്മതയോടെ, കൂടുതൽ നന്മകൾ നിറഞ്ഞ നിലയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന്റെ പരിശ്രമങ്ങൾ ചെയ്യുന്ന സഹോദരങ്ങൾക്ക് പ്രത്യേക നന്മ നേരുകയും ദുആയിരക്കുകയുമാണ്. അല്ലാഹു തആല അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറുകളും ബർക്കത്തുകളും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കുന്നവർക്കും ദുആയിരക്കുന്നു. അല്ലാഹു തആല നിങ്ങൾ കൊടുക്കുന്ന ഓരോ പൈസയ്ക്കും ഉയർന്ന പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങളും അതിൽ പങ്കെടുക്കിൻ. അല്ലാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് അതിന്റെ പിരിവ് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ജീവാത്മാവായ ശരീഅത്തിന്റെ, ഇസ്ലാമിക ശരീഅത്തിന്റെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ അതിന്റെ പ്രചാരണത്തിനും വളരെ നല്ല നിലയിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ പ്രവർത്തന ഫണ്ടിലേക്കാണ് ഇന്നത്തെ പിരിവ്, ഈ ഒരു മാസത്തിൽ ഒരിക്കൽ അനുവദിച്ചിട്ടുള്ള ഇന്നത്തെ പിരിവ് നൽകപ്പെടുന്നത്. എല്ലാവരും ഇൻഷാ അല്ലാഹ് അതിൽ പങ്കെടുക്കിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാന